പോയല്ലേ സത്യശീലൻ? എന്താണ് ഇത്? ഇത് കൃഷി ഓഫീസാണ് സാറേ. എന്നാലും ഞങ്ങൾ വിജിലൻസ് ഓഫീസിൽ നിന്നാ. നാടല്ലേടോ നിങ്ങൾക്ക് ഇങ്ങനെ പാവപ്പെട്ടവരെ ഒന്ന് കൈക്കൂലി മേടിക്കാൻ? ഈ കാശ് പാസ്സാക്കി കൊടുത്താ നിങ്ങളുടെ തറവാട്ടിൽ നിന്നും എടുത്തു കൊടുക്കുന്ന സർക്കാരിന്റെ ഓഫീസിൽ നിന്നല്ലേ? അതെ. പിന്നെ അതെ, ഞങ്ങൾക്ക് ഇവരോട് വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്യാൻ. നിങ്ങളൊന്ന് പുറത്തിറങ്ങി. ഒരബദ്ധം? കൈക്കൂലി ചോദിക്കാൻ ഒരു ഉളുപ്പില്ല. അങ്ങനെയല്ല, അഡ്വാൻസ് റെഡിയാണ്. അവിടെ ജൈവ പച്ചക്കൃഷിന്റെ ഇതുമ്പള് തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി തരുന്ന മൂപ്പര. അല്ല, മൂപ്പര് കണ്ടിട്ടൊരു അണ്ണാച്ചി ലുക്കുണ്ടല്ലോ. ഇതെന്തെങ്കിലും നാടകം കളിക്കുന്നത്? അഡ്വാൻസ് ആയിട്ട് വന്നേ വിജേഷം എന്താണ്? ഇയാൾ ഇവിടെ ഇരിക്കും. വേണ്ട സാർ, ഞാൻ നിന്നോളാം. ഇരിക്കണോ? അഡ്വാൻസ് കൊണ്ടുവന്ന എന്തിന്റെ അഡ്വാൻസ്? ജൈവ പച്ചക്കൃഷി ഉണ്ടാക്കാൻ. ആര്? ഞങ്ങൾ രണ്ടാളും കൂടിയാണ്. ഇയാള് പച്ചക്കറി കൃഷി നടത്തുന്നുണ്ടാ? ഇല്ല സാർ, ചെറുതായിട്ട്. അതിനാർക്കാ അഡ്വാൻസ്? സാറിന് 10 ഞാൻ കൊടുക്കണ്ടേ, 5 അഡ്വാൻസ് ആയിട്ട് കൊണ്ടുവന്നാണ്. അതെ. ഇതിപ്പോ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കണല്ലോ സാധനം. തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി ഇങ്ങോട്ട് ഇറക്കുകയാണല്ലോ. എന്നിട്ട് അത് ഇവിടുത്തെ നല്ല ജൈവ പച്ചക്കൃഷിയിൽ കുട്ടി കുഴച്ചിട്ട് രണ്ടും കൂടി ഒരുമിച്ച് വിൽക്കുക. അങ്ങനെ പ്ലാൻ. അപ്പൊ തമിഴ്നാട്ടിലെ പച്ചക്കറി, ഇവിടുത്തെ ജൈവ പച്ചക്കറി. ഓക്കെ. അപ്പോ എങ്ങനെ ഡീല്? എന്ത് സാർ? ഈ കച്ചവടത്തില് നിങ്ങൾക്ക് എത്ര, ഞങ്ങൾക്ക് എത്ര? സാറ് കാര്യമായിട്ടാ പറഞ്ഞു? ആടോ, സംസാരിക്കേ. ഞാനാകെ വേർത്തിരിക്കരുത് സാർ. ഹലോ, ഈക്വൽ ഷെയർ അല്ലേ? ഇതിൽ പങ്കാളികളായിട്ടുള്ള എല്ലാ ആളുകളും ഈക്വൽ ആയിട്ട് ഷെയർ ഇടാന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ. അതിലൊരു ഷെയർ സാറിനും വെക്കും. ഡബിൾ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനിയിപ്പോ ഈ തെളിവ് എന്തിനാ? സാറേ, റെക്കോർഡിങ് കളഞ്ഞാ നന്നായി. ആശ്വാസമായി. നോക്കിയപ്പോ ക്ലിയർ ആണ്. കാരണം അത് അവരങ്ങനെ ചെയ്യൂ. പക്ഷെ നമുക്കിത് മാത്രം മതി. ഈ ഒരൊറ്റ തെളിവിൽ നമ്മൾ ഇവരെ കൊടുക്കും. അതൊന്ന് കേൾപ്പിച്ച് നോക്കട്ടെ. കേൾപ്പിക്കും. സാറില്ല സാർ, ചെയ്ത് കൂട്ടുമ്പോ ആലോചിക്കണോ? ഓക്കെ. ഇതല്ല സാർ, ഇതില് കാണണില്ല. ഇവർ സംസാരിച്ചത് റെക്കോർഡ് ചെയ്തില്ലേ? അത് വെക്കൂ. കരയരുത് സാർ, സാർ കരയരുത്. കാണില്ല. എന്താ കുട്ടി, 100 തിരക്കിടക്കല്ലേ നമ്മളിവിടെ വന്നിരിക്കുന്നത്? നിങ്ങൾ റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവിടെ ഇതിലുണ്ടായിരുന്നതാ സാർ. മാഞ്ഞുപോയോ? തെളിവില്ലാതെ എങ്ങനെ ഇവർക്കെതിരെ നടപടിയെടുക്കും? സാറിന്റെ കയ്യിൽ തരുന്നത് വരെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനാണ് കുറ്റക്കാരൻ? ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ വ്യക്തിപേരാക്കി തീർക്കാനുള്ള സ്ഥലമല്ല അത്. ഒരു നല്ല സത്യസന്ധനായ ഓഫീസറെ വെറുതെ തെളിവുകളില്ലാതെ കൊടുക്കാൻ ശ്രമിക്കാം. മനഃപൂർവ്വം കരിവാരി ചേർക്കായിരുന്നു സാർ ആണ് ഞങ്ങൾ പറഞ്ഞത്. കൃത്യമായ എവിഡൻസ് ഇല്ലാതെ ഞങ്ങളെ പോലുള്ളവരെ വിളിച്ചടക്കരുത്. ഇതിലുണ്ടായിരുന്നു. എന്താ ഒന്നും പറയല്ലേ? സോറി സാർ. സമയം എടുക്കരുത്.